നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് കറക്റ്റ് ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. അവർക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഒരുപാട് തലമുറയിൽപ്പെട്ട ആൾക്കാരെ മാമന് നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? യുവതലമുറക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാൻ ഞാനാണല്ലോ. കാരണം ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് നമ്മളെക്കാളും എത്രയോ ഉപരി എല്ലാം കൊണ്ടും കഴിവ് തെളിഞ്ഞവരാണ്, IQ കൂടുതലുള്ളവരാണ്. എങ്കിലും അവർക്ക് ചുറ്റും ഇന്ന് സമൂഹത്തിൽ ഈ യുവതലമുറയെ വഴിതെറ്റിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിൽ കുടുങ്ങിപ്പോകാതിരിക്കുക, സ്വയം ഒരു ബോധ്യം ഉണ്ടാവുക, ഒരു ബോധമുണ്ടാവുക. എന്താണ് എൻ്റെ കുടുംബ സിറ്റുവേഷൻ, ഞാൻ വളരുന്ന മേഖല സ്വയം തിരിച്ചറിഞ്ഞ് അവർ തന്നെ ഒരു ലക്ഷ്യബോധത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് അഡ്വൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ് ഞങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഞങ്ങളൊക്കെ അധികകാലം ഗൾഫിലൊക്കെ ജീവിച്ചുകൊണ്ട് അവിടെ നിന്ന് കണ്ട കാഴ്ചകളും കേട്ട കേൾവികളും ഒന്നും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇവിടെ സ്വീകാര്യമാണെന്നില്ല. ഇവരിവിടെ അക്കാദമിക്കലായിട്ട് ഒരുപാട് കഴിവുകളും അറിവുകളും സമ്പാദിച്ചവരാണ്. അപ്പോൾ എന്തു തന്നെയാലും അവരും വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം വലിയൊരു പ്രായമാണ്, ഒരു കടമ്പ കടന്ന് അപ്പുറം കടക്കണ്ടേ. അപ്പോൾ ആ പ്രായത്തിൽ വഴിതെറ്റി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മളെ ചുറ്റുപാടുണ്ട്. അങ്ങനെയൊക്കെ സ്വയം ബോധ്യത്തോടെ സ്വയം കരുതി ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം.